ജ്യൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് പ്ലം കേക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് എഗ് ഒന്നും ചേർക്കാതെയാണ് ഈ ഒരു പ്ലം കേക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബീറ്ററോ ഓവനോ ഒന്നും യൂസ് ചെയ്യാതെ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലം കേക്കാണ്. ഞാനിതിന് മൈദയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ ഗോതമ്പ് യൂസ് ചെയ്തിട്ടും നമുക്ക് ഈ പ്ലം കേക്ക് തയ്യാറാക്കാം. പക്ഷെ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് മൈദ യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇനി ഓവൻ ഇല്ല, അതുപോലെ തന്നെ ബീറ്റർ ഇല്ല എന്നൊന്നും കരുതിയിട്ട് പ്ലം കേക്ക് തയ്യാറാക്കാതിരിക്കേണ്ട. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഈ ഒരു രീതിയിൽ പ്ലം കേക്ക് തയ്യാറാക്കിയ ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ ഇന്ന് നമുക്ക് പ്ലം കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഓറഞ്ച് ജ്യൂസിലാണ് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം സോക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഞാൻ ഈ ഓരോ ഓറഞ്ചിൻ്റെ സ്കിന്നൊന്ന് എടുക്കുന്നുണ്ട്. അതിനുശേഷം 2 ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്ത ശേഷം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഓറഞ്ചിൻ്റെ വെള്ള പാർട്ട് ഭാഗം വരാൻ പാടില്ല. ഇത്രയും ഓറഞ്ച് സെസ്റ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനത് 2 ഓറഞ്ചിൻ്റെ ജ്യൂസ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതൊരു 200 ml ഓറഞ്ച് ജ്യൂസാണ് വന്നേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. 2/3 കപ്പ് ടൂട്ടി ഫ്രൂട്ടാണ് ചേർക്കുന്നത്. ചെറിയാണ്. ഇത് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ചെറുതായി ചോപ്പ് ചെയ്തിട്ടുള്ള ഡേറ്റ്സ് ആണ് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് ബ്ലാക്ക് റൈസിൻസ്, പിന്നെ ചേർക്കുന്നത് ഗോൾഡൻ റൈസിൻസ്, 2 ടേബിൾ സ്പൂൺ ഫിഗ്. ഞാനിപ്പോൾ ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ഓറഞ്ച് ജ്യൂസിൽ നന്നായി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഒരു 1 ഹവറാണ് നമുക്കത് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. നന്നായി ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം. ഓറഞ്ച് ജ്യൂസ് കംപ്ലീറ്റ് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോഴേക്കും ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് 1 ഹവർ കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് സ്പൈസസ് ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനൊരു 3 ഏലയ്ക്ക് 3 ഗ്രാമ്പും ഒരു ചെറിയ പീസ് പട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. ഇതാണ് നട്ട്മഗ് അഥവാ കടുക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു 1/4 ഭാഗം നമുക്കിതിലേക്ക് പൊടിച്ച് ചേർക്കാം. ഒരു ചെറിയൊരു പീസ് നട്ട്മഗും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് ബ്രൗൺ ഷുഗറാണ്. അപ്പോൾ ഇതും ചേർത്തിട്ടാണ് ഒന്ന് പൊടിച്ചെടുക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ സാധാ പഞ്ചസാരയാണെങ്കിൽ അത് ചേർത്തിട്ടും പൊടിച്ചെടുക്കാം. കാരണം നന്നായി ഒന്ന് പൊടിയണമെങ്കിൽ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചാൽ മതി. അങ്ങനെ എന്താ പഞ്ചസാരയൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു മണമാണ് അത് തുറക്കുമ്പോൾ. കാരമലൈസ് ചെയ്യാൻ വേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇങ്ങനെ പഞ്ചസാര കാരമലൈസ് ചെയ്ത് ചേർക്കുന്നതുകൊണ്ട് തന്നെ പ്ലം കേക്കിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു തേനിൻ്റെയൊക്കെ കളറ് ആവുന്ന വരെയാണ് നമുക്കതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കേണ്ടത്. അതിനകത്ത് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷമാണ് ഈ തിളച്ച വെള്ളം 1/4 കപ്പ് ചേർക്കുന്നത്. നന്നായി തിളച്ച് കഴിയുമ്പോഴേക്കും ഈ കട്ട പിടിച്ചതെല്ലാം മാറും. അതിനുശേഷം തണുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ഇനി നമുക്കിത് കേക്ക് മിക്സിങ് തുടങ്ങാം. 1/3 കപ്പ് മെൽറ്റഡ് ബട്ടറാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിന് പകരമായിട്ട് ഓയിൽ ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/3 കപ്പ് കേടാണ്. ഇതധികം പുളിയില്ലാത്ത തൈരാണ് ചേർക്കുന്നത്. തൈരും അതുപോലെ തന്നെ മെൽറ്റഡ് ബട്ടറുമായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/3 കപ്പ് മിൽക്കാണ്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്ക് തന്നെയാണ്. അങ്ങനെ മിൽക്കും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയാണ് ചേർക്കുന്നത്. അങ്ങനെ പഞ്ചസാരയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സ്പാറ്റിൽ വെച്ചാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്ക് വെച്ച് മിക്സ് ചെയ്താലും മതി. ബീറ്ററൊന്നും ഇല്ലാതെ തന്നെയാണ് നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത്. പഞ്ചസാര നന്നായി ഒന്ന് അലിഞ്ഞ് തേരുന്ന വരെയാണ് നമുക്കത് ഇളക്കി യോജിപ്പിക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ഓറഞ്ച് സെസ്റ്റാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 നുള്ളു ഉപ്പാണ്. ഞാനിപ്പോൾ
ഞാനിപ്പോൾ കുക്കറിലാണ് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് നമുക്ക് കിട്ടുന്നതാണ് കുക്കർ വാങ്ങിക്കുമ്പോൾ തന്നെ. അപ്പോൾ അത് ഞാൻ താഴെ വെച്ചിട്ടാണ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. 15 മിനിറ്റ് നേരമാണ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോഴേക്കും എന്താ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം സോക്ക് ചെയ്ത് നന്നായി വീർത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു അളവിലേക്ക് ആയി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും കേക്ക് ഉണ്ടാക്കുമ്പോൾ അടിയിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദ ചേർത്ത് മിക്സ് ചെയ്യുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ടുണ്ട്. അതിനകത്ത് മൈദയൊക്കെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദപ്പൊടിയിൽ നിന്ന് ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു കൂട്ട് ഒന്ന് അരിപ്പയിലേക്ക് ചേർത്തൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ അരിച്ച് വെച്ചിട്ടുള്ള മൈദാക്കൂട്ട് നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് ഇളക്കി യോജിപ്പിക്കാം. ഞാനത് ഒരുവിധം ഇളക്കിയെല്ലാം യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കാരമലൈസ് ചെയ്തിട്ടുള്ള കാരമൽ സിറപ്പ് ഇതിലേക്ക് ചേർക്കാം. ഞാനത് കാരമൽ സിറപ്പ് ചേർത്ത ശേഷം നന്നായൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനത്തെ കേക്കിൻ്റെ മിക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം. അതിൻ്റെ കൂടെ ഓറഞ്ച് ജ്യൂസും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ ബദാമാണ് ചേർക്കുന്നത്. കുറച്ച് കാഷ്നട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് വാൾനട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഉള്ളതെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. പിന്നെ കുറച്ച് പിസ്താഷ്യം ചേർക്കുന്നുണ്ട്. അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് എല്ലാം ചേർത്ത ശേഷം ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു തിക്കായിട്ടുള്ള ഒരു ബാറ്റർ ആയിരിക്കും. ഞാനത് കംപ്ലീറ്റ് മിക്സായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ കേക്ക് ടീനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ബട്ടർ പരത്തിയ ശേഷം സൈഡിലും അതുപോലെ തന്നെ അടിഭാഗത്തും ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് മിക്സ് ചേർക്കാം. അങ്ങനത്തെ കേക്ക് മിക്സ് എല്ലാം ഒഴിച്ച ശേഷം ഒന്ന് ടാപ്പ് ചെയ്യാം. എങ്കിലാണ് എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് അല്പം കാഷ്നട്ടും അതുപോലെ തന്നെ ബ്ലാക്ക് റൈസിൻസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കാം. ഞാനിത് കുക്കറൊക്കെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് കേക്ക് ടിന്നാണ് ഇറക്കി വയ്ക്കുന്നത്. കുക്കറിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വാഷർ ഇട്ട ശേഷം വിസിൽ വെക്കാതെയാണ് ഞാൻ ഈ കുക്കർ അടച്ചു വയ്ക്കുന്നത്. നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓവൻ ഇല്ലെങ്കിൽ നമുക്കിനി പ്ലം കേക്ക് എല്ലാം വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ അത് നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ 1 അവർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ കുക്കർ തുറന്ന് നോക്കുന്നത്. ഇതാ നമ്മുടെ കേക്കൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നന്നായി പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. അകമെല്ലാം നന്നായി വെന്തോ എന്നുള്ളതൊന്ന് നോക്കി നോക്കാം. ഇതാ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ടൂത്ത് പിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് തണുത്ത ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്യാം. അങ്ങനെ ഇത് പ്ലം കേക്ക് എല്ലാം ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ 1 ഡേ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മോയ്സ്ചറൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പ്ലം കേക്കിന് കിട്ടുക. ആദ്യം നമുക്ക് കത്തി വെച്ച് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കിയെടുക്കാം. അതിന് ശേഷമാണ് ഡിമോൾഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പ്ലം കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ആരും കടയിൽ പോയി വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതാ ഫ്രൂട്ട്സ് എല്ലാം ധാരാളം തന്നെ ഇതിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്ലം കേക്കാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.